അതെ, നേരെ കിഴക്കോട്ട് പോയാൽ മതി, കൊറേ ദൂരം പോണം. ഇതുവരെ ഓരോരുത്തർ പറഞ്ഞു പടിഞ്ഞാട്ടെന്ന്, ഇപ്പൊ കിഴക്കോട്ടയ്യോ. ഏത് പാതാളത്തിലാണ് ഈ എരപ്പൻ താമസിക്കണതാവോ? നിങ്ങൾ എന്താ അവിടെ തെരയണേ? ഞമ്മന്റെ ഒരു കമ്മല് പോയി. ഞാനും കൂടണോ തെരയാൻ? കിട്ടിച്ചവലേം തന്നാ മതി. ഇത് മുക്കിന്റെയാ. ഇതിനാണ് ഇങ്ങനെ മാന്തി പരതണേ. അല്ലമ്മ, ഈ അച്യുതൻകുട്ടി മയ്യത്തായി പോയി. കൃഷ്ണകുമാർ സാറേ. എന്താ അച്ഛൻകുട്ടി സാറേ? എന്റെ വീടും പറമ്പും സാറിന്റെ പേർക്ക് എഴുതിപ്പിക്കാനുള്ള പ്ലാൻ ഇട്ടിരിക്കവര്. ഈശ്വര, ആ പ്ലാനിന്റെ പുറകിൽ ഞാൻ തന്നെയാണ് സാറേ. ഒരിടത്തിന്റെ ഡോക്യുമെന്റ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് പണയത്തിലല്ലേ? ആ തുകയും പലിശയും കൊടുത്ത് ഡോക്യുമെന്റ് റിലീസ് ചെയ്യണം. പണം ഞാൻ തരാം. അതെന്നിട്ട് ഞാൻ പറയുന്ന ആളുടെ പേർക്ക് എഴുതി കൊടുക്കണം. അതൊരു ചതിയല്ലേ? ആഹാ, അതൊരു ചതിയായിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ ചതിയല്ലേ ഈ ഇത്? നിന്നെ ഒരുത്തനെ വിശ്വസിച്ച 10 ലക്ഷം റുപ്യ നീ പറഞ്ഞ പന്നിക്ക് ഞാൻ കൊണ്ടേ കൊടുത്ത്. അതും വെണ്ടർ ശിവൻപിള്ളയുടെ മകൻ കൃഷ്ണകുമാറിന്റെ പണം. ഈ കൃഷ്ണകുമാർ ആണെങ്കിലോ ക്യാഷിന്റെ കാര്യത്തിൽ മഹാ തെണ്ടിയും. ഇവന്റെ ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട് ആ പൊരയില്. അതിപ്പോ എന്താ ചെയ്യാ? ഇറക്കി വിടണം, വേറെന്ത് ചെയ്യാനാ? അപ്പൊ അവരെവിടെ പോവും? താൻ കുറച്ചു കാലം അവരെ കൊണ്ട് തേക്കടി ആര്യനിവാസിലോ കുമരകൻ ടാജിലോ അല്ലെങ്കിൽ തൃശ്ശൂർ രാമനിലത്തിലൊക്കെ പോയി സ്റ്റേ ചെയ്യേ. താങ്ങല്ല, വലിയ ചെലവാ. നീലക്കെമ്മിൻസ്കേലോ അവര് വെറുതെ കിടത്തു. ഒറ്റ താങ്ങിന് അടിപറ്റ താഴെയുള്ള മർമ്മത്ത് വെച്ച് തന്നാണ്ടല്ലോ. ആ RB നായരുടെ കൂടെ കൂടി ഈ പാവപ്പെട്ടവരെ ചതിക്കാൻ കൂട്ടി നിൽക്കുമ്പോ ഓർക്കണായിരുന്നല്ലോ എച്ചിക്കാട്ടച്ചുത. അയാൾ എന്നെ ചതിച്ച് മുങ്ങിയത് അതൊരു കൂട്ടുകൃഷിയായിരുന്നില്ല. തപ്പി എടുക്കണോ എവിടെന്ന് വെച്ചാ? ബാംഗ്ലൂരോ മൈസൂറോ എവിടെന്ന് വെച്ചാ പോ. വണ്ടിക്കാശ് വേണി ഞാൻ തന്നേക്കാം. ആ തമ്പി സാറേ, ഇയാളുടെ വീട്ടുകാരെ വിവരം അറിയിക്കണം. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് ഒഴിപ്പിക്കുന്ന ഒരു ഇഷ്യൂവാണ്. മാന്യമായി കൈകാര്യം ചെയ്യണം. അത് തന്നെ പറയാനാ ഞാൻ വന്ന്. സാറ് തന്നെ പോണം. അപ്പൊ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. തമ്പി സാറേ, കൃഷ്ണകുമാർ സാറേ, വീണു വീഴണം. ഇനി ഞാൻ വിടില്ല. കുറച്ചായി ഇവിടെ പുറകെ ഓടാൻ തുടങ്ങിയിട്ട്. ഇന്ന് എനിക്ക് 2-1 അറിയണം. 2-1 ഭാർഗവി പറയരുത്. പൈസ തരാൻ പറ്റൂല എന്ന് പറയാനാണല്ലോ ഈ 2-1. പറയട്ടെ, ഇവള് പറയട്ടെ. ഇവള് ഏട്ടൻ വാങ്ങിക്കൊണ്ട് പോയതിന്റെ ഓഹരി ഇവള് നക്കിയിട്ടുണ്ടാവുമല്ലോ. തരില്ലെന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഭാർഗവിയുടെ കൈയിന്റെ ചൂടറിയും. സഹോദരി, എന്റെ ഭർത്താവ് ഒരു പോലീസുകാരനാണ്. അത് ഞാൻ എന്നെ സല്യൂട്ട് അടിക്കണം. അയ്യോ, അങ്ങനെയല്ല. ഞാൻ മൂപ്പരെ കൊണ്ട് അച്യുതൻകുട്ടിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയിട്ട് എന്നിട്ട് തേങ്ങയാടി. ആ തെണ്ടിയുടെ കയ്യിൽ കാലണ കാണില്ല. ഇവളാണ് ഉച്ചേക്കാരി. ഇവളുടെ കയ്യിൽ നിന്ന് അത് വസൂലാക്കാൻ പറ്റും. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാലോ അല്ലേ? അങ്ങനെ ചോദിച്ചാൽ നിന്നോട് പറയാൻ മനസ്സിലടാ പട്ടി എന്നാരും പറയില്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് പ്രശ്നം? ഈ ഭാർഗവിയുടെ മോൻ വിനയന്തന് ഒരു പണി ശരിയായി കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ ഏട്ടൻ 5000 രൂപ വാങ്ങി മുങ്ങി. അത് ഞങ്ങളൊന്ന് ഒത്തുതീർപ്പാക്കായിരുന്നു. ആരാണ് ഈ വിനയചന്ദ്രൻ? ഞാനാ. ആഹാ, എന്റെ മോനാ. എന്റെ അമ്മയാ. അയ്യേ, വിനയേന്ദ്രൻ എന്തായാലും ഒരു പണിയുടെ ആവശ്യമുണ്ട്, അത് കറക്റ്റാ. പക്ഷെ അയാളെവിടെ? ഈ കുട്ടിയുടെ ഏട്ടൻ അയാളല്ല കാശ് വാങ്ങിച്ചത്. അയാളെ കണ്ടേ? അങ്ങനെ ചോദിക്കൂ സാർ. ഒരു മിനിറ്റ്, ബ്ലൈൻഡ് ആണ്. അല്ല. എന്നാ കൂളിംഗ് ഗ്ലാസ് ഒരു പോക്കലിടൂ. ഇവിടെ ആരെങ്കിലും ഒരാൾ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ മതി. അത് ഞാൻ വെച്ചോളാം. എന്താ തമ്പി സാർ? ഇവിടെ പറയൂ. അല്ല സാർ, ഈ കുട്ടിയോട് ചോദിച്ചിട്ടാണോ ഇവര് കാശ് കൊടുത്തത്? എന്നിട്ടും ഇവള് കൊടുക്കാന്ന് പറഞ്ഞു. അവധി ചോദിച്ചേ ഉള്ളൂ. അത് കേൾക്കില്ല. ഇവളുടെ കഴുത്തിലും കാതിലും ഉള്ള പൊന്നൂരി കൊടുക്കാനാ പറയണേ. അത് ന്യായമാണോ തമ്പി സാറേ? തെമ്മാടിത്തരം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഒരു മലയാളം മാഷും കൂട്ടുകാരനും കൂടെ ന്യായം പഠിപ്പിക്കാൻ വന്നിരിക്കണു. ഒരു പെറുക്കേട് വിളിച്ചില്ല മധ്യസ്ഥത്തിനെ. പെണ്ണിന്റെ മൊഞ്ച് കണ്ട് പിന്തുണയ്ക്കുന്നതായിരിക്കും. തള്ളയുടെ മുഖത്ത് വീഴുന്ന കയ്യ മര്യാദകേട് പറയരുത് നീ ആരോടും എന്ന് നീ പറഞ്ഞു കൊടുക്കണം കേട്ടോടാ. 5 നോട്ടിൽ തീരുന്ന പ്രശ്നം ഇങ്ങനെ ആളെ കൂട്ടി നടുവഴിയില് പൊറാട്ട് കളിച്ച് വഷളാക്കേണ്ട കാര്യമില്ല. ആ വിനയേന്ദ്രൻ അമ്മയും കുട്ടിയും സ്ഥലം വിട്ടോളൂ. പൊക്കോളൂ. നടു വലിച്ചേറി 5-10 അമ്മച്ചി. പ്രിയപ്പെട്ട നാട്ടുകാരൊക്കെ ഒന്ന് പിരിഞ്ഞു പോണം. പോണം പോണം, പൊക്കോളൂ. അങ്ങോട്ട് പൊക്കോളൂ. എന്താ ഇങ്ങനെ നിക്കണേ? പൊക്കോളൂ. ഞാൻ കൃഷ്ണകുമാർ. അയ്യോ, ഞങ്ങളന്ന് വീട്ടിൽ വന്നിരുന്നു. ആ വരവില് എനിക്ക് നഷ്ടം 10 ലക്ഷം. ഇതായിപ്പോ ഒരു 5000. അങ്ങനെ 10,50,000 തെച്ചിക്കാട്ട് അച്യുതൻകുട്ടി വക. എന്നെങ്കിലും ഒരു വലിയ പണക്കാരിയാവുമ്പോ പലിശ വേണ്ട, എന്റെ മുതൽ എനിക്ക് തിരിച്ചു തന്നെ. എനിക്ക് സങ്കട എന്റെ കാശ് ആർക്കെങ്കിലും വെറുതെ കൊടുക്കുന്നത്. തരും, തന്ന് തീർക്കുമെന്ന് മനസ്സിൽ പറഞ്ഞു വെച്ചോളൂ. എങ്ങനെയുണ്ട്? എന്നാ ഞാനോട് വിട വാങ്ങട്ടെ തമ്പി സാർ. സാറേ, എന്താ?
സാറേ. എന്താടോ? സാറേ, ആവശ്യത്തിലേറെ കയ്യിലുള്ള പണത്തിന് വെറും കടലാസ് കെട്ടിന്റെ വിലയുണ്ട്. പക്ഷെ ആ പണം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ നിറഞ്ഞ കണ്ണ് തുടയ്ക്കാൻ കഴിയുമ്പോൾ ആ കടലാസ് പണമായി, അതിന് പണത്തിന്റെ മൂല്യമുണ്ടായി. മനസ്സിലാവണുണ്ടോ തമ്പി സാറിന്? ഈങ്ങാപ്പാറയിൽ ഒരു കുരുമുളക് തോട്ടം നോക്കണം, വിലയൊത്താലെന്നും തന്നെ കച്ചവടമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്ന് വഴിയരികിൽ ഒരു ഇഷ്യൂ 5000 മണീസിന് സെറ്റിൽ ചെയ്ത് ഇപ്പൊ ഈ പുഞ്ചപ്പാടത്തിന്റെ കരയ്ക്ക് വന്ന് എന്നോട് സാഹിത്യം അടിക്കുന്നത് മനസ്സിലാകുന്നില്ല. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. സോറി സർ, ഏതൊരു വിഡ്ഢി പറഞ്ഞ കഥ. അതാണ് ജീവിതം. പച്ചപ്പട്ട് വിരിച്ച വയലേലകളിൽ ഒരു മന്ദമാരുതനേറ്റ് നിൽക്കുമ്പോൾ കൃഷ്ണമാരെ, ആ കുട്ടി പാവ സാറേ, കാണാനും കൊള്ളാം. അതുകൊണ്ട് തന്നെ 5000 വീശത്. സാർ വാ കേറ്. എടാ കള്ള കൃഷ്ണ, അങ്ങനെ വിളിക്കല്ലേ സാറേ. എന്താ ഇവിടെ? അല്ല, എപ്പ വന്നു? ഹൈ, എന്തിനാ വന്നേ? അയ്യോ, എങ്ങനെ വന്നു? ഓട്ടോയില്. ആ ഊവല്ലേ, നന്നായി. ഈ ഓട്ടോ ഉണ്ടല്ലോ, ഓട്ടോ വളരെ ബെസ്റ്റാണ്. കാണണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ കാണുന്ന ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഊവാണ്. ഇരിക്കൂ, ഇരിക്കൂ. എനിക്കങ്ങനെയൊന്നുമില്ല. ഇരിക്കുന്ന ഞാനങ്ങട്. ചേച്ചി, ചേച്ചി മുതലാളി വന്നോ? ആരാ? എന്താടാ വിളിക്കണേ? എന്തു പറ്റി ഇവന്? ഡാ കൃഷ്ണ, ഒരാള് രണ്ടുപേരെ പോലെ ഇരിക്കണു. മനുഷ്യനെ ഭ്രാന്താക്കിട്ട് ഇങ്ങനെ കൊലച്ചിരിച്ചിരിക്കില്ല എന്റെ ദേവുട്ടി. ചിരിക്കാതെ പിന്നെ. ഡോക്ടർ മേനോൻ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് ഇതിന്റെ കാര്യം മനസ്സിലാവണത്. അത് നിന്നെ ഒന്ന് കാണിച്ച് നീ ഇങ്ങനെ ബ്ലിങ്കസ്യാന്ന് ആവണത് കാണാനാ ഞാനിരുന്നേ. ദൈവ ഫോൺ ഇടുന്നേ. മേത്തയുടെ ഫോണായിട്ട് വന്ന തന്നെ ഞാൻ ഈ ഫോൺ എറിഞ്ഞ് കൊല്ലും ഞാൻ. മേത്തയായിട്ട് നമുക്ക് ഇനി ഒരു ബിസിനസ്സും വേണ്ട. നോക്കെടുത്ത് ഇംഗ്ലീഷ് പറയുള്ളൂ, വൃത്തിയിട്ടവൻ. ശരി, ഇതിൽ നീ ആരെ കെട്ടാൻ പോണേ? എന്റെ കയ്യിൽ നിന്ന് പോയി മോളെ. ഇതിലൊന്ന് തൊടു. എന്തിനാ? തൊടു കുട്ടി. കൃഷ്ണ, എന്താ? നിന്നെയല്ല, ഒറിജിനലിനെയാ. ആ തമ്പി സാർ, ഞാൻ വിചാരിച്ചു ബോംബെന്ന് മേത്തായിരിക്കും. നോക്കൂ, ഇയാളെ ശാരദയെടുത്ത് തിരക്കിയിരുന്നു. കണ്ട ഒരു കാര്യം പറയാൻ പറഞ്ഞു. ആ ഡോക്ടറല്ലേ ചിറ്റെഴുത്തുകാരുടെ അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന അയാള് തിരിച്ചു വന്നു അത്രേ. എന്നെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചത് അല്ലേ? ഞാൻ ആരെയും കാണാൻ വന്നതല്ല ഈ ആളൊഴിഞ്ഞ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അത് നോണ. നോണ പറഞ്ഞ് ഭദ്രയ്ക്ക് ശീലമില്ല. ശ്രമിച്ചാലും ഈ കണ്ണുകൾ അതിന് കൂട്ടു നിൽക്കില്ല. ഇരിക്കേ. ഹായ്, ഇരിക്കിഷ്ട. പ്രതീക്ഷിച്ചത് ഡോക്ടർ അരുണിനെയാണ്. പുള്ളി വന്നൂന്നറിഞ്ഞത് സത്യമല്ല. നിർദോഷമായൊരു കള്ളം ഏത് ശാരദ ടീച്ചർക്കും പറയാം. ഇനി ഇവിടെ ഒരു വാടകക്കാരും വരില്ല. കാരണം ഞാനത് വാങ്ങിച്ചു. പണം കൊണ്ട് എന്തെല്ലാം വാങ്ങിച്ചു കൂട്ടല്ലേ. ഒരു പെൺകുട്ടിയുടെ ഹൃദയം ഒഴുകി എന്തും. എനിക്ക് പോണം. പോവാം. ആദ്യമായി ഇഷ്ടമാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞയാൾ വിവാഹം കഴിക്കാൻ സമ്മതം മൂളിയതും അയാളോടായിരുന്നു. അയാൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കല്ലേ, ഒരു വേദനയായിട്ട്. അങ്ങനെ വേദനയൊന്നുമില്ല. പിന്നെന്തിനാ വന്നു എന്നറിഞ്ഞപ്പോ ഓടിയെത്തിയത്? എനിക്ക് വേണ്ടി കാത്തിരുന്ന് വെറുതെ കാലം കഴിക്കരുന്ന് പറയാൻ.
അവസാനമായി കണ്ട ദിവസം അത് പറയാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ടെന്ന് പറയാം, കൂടെ വരാൻ ഞാൻ ഒരുക്കോണെന്ന് പറയാം. അതൊക്കെ ഭദ്രയുടെ ഇഷ്ടം. ഞാൻ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി തരാം ആളിനെ. ഞാൻ എന്റെ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. എന്തിനാ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന? ഭദ്രയ്ക്ക് വേണ്ടി. അത്രയേറെ ഇഷ്ടമാണ് ഇയാളിനെ എന്ന് കൂട്ടിക്കൊള്ളൂ. പോയ ശേഷം സാറിന്റെ വിവരമൊന്നും കാണാതായപ്പോ ഈ നാടും മറന്നു എന്ന് കരുതി. വിളിച്ചിരുന്നു പലവട്ടം, ഭദ്രയെ ഒരിക്കൽ പോലും കിട്ടിയില്ല. ഇതിപ്പോ നല്ല ദിവസമാണ് സാറിന്റെ വരവ്. ഭദ്രയുടെ വിവാഹം ഏതാണ്ട് ഉറച്ചു. മലർന്നു കിടന്ന് നോക്കിയാൽ കാണാൻ കഴിയാത്ത ഉയരത്തിൽ നിന്നൊരു ബന്ധം. അതും ആ പയ്യന്റെ ചേച്ചി വന്ന് കാല് പിടിക്കുകയായിരുന്നു. ഭദ്ര സമ്മതം പറഞ്ഞു. വീൽ ചെയറിന്മേൽ ജീവിക്കുന്ന ആ സ്ത്രീ വന്ന് അപേക്ഷിക്കുമ്പോ അവളെപ്പോലൊരു കുട്ടിക്ക് സമ്മതം പറയാതിരിക്കാൻ പറ്റുമോ? ആരായാലും എന്ത് ചെയ്യുന്നു? അയ്യോ, കോടീശ്വരൻ. ഒരു 100 കൂട്ടം ബിസിനസ് ഉണ്ട്. അച്ഛന്റെ മരണശേഷം അയാളുടെ കയ്യിലേക്ക് കിട്ടിയത് കൂടുന്നതേ ഉള്ളൂ ദിവസം കഴിയും തോറും. മഹാഭാഗ്യമല്ലേ കുട്ടിയുടെ മഹാഭാഗ്യം. അവളിനി രാജകുമാരിയായിട്ട് കഴിയും. ഇറങ്ങുക. പോണം. ഭദ്രയെ കണ്ട് ഒരു കൺഗ്രാറ്റ്സ് പറയണമെന്നുണ്ടായിരുന്നു. അത് വേണ്ട സർ. സാറിനിനി കണ്ടാൽ ഞാൻ പറഞ്ഞത്. ഓവ്, ഞാൻ പറഞ്ഞു എന്ന് പറയൂ. കാണുമ്പോ ഭദ്രയ്ക്കും ആ മഹാഭാഗ്യവാനായ ചെറുപ്പക്കാരനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറയൂ. ഈ രാത്രി തന്നെ പോണം. ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ. രാത്രി യാത്രയില്ലെന്നാണ്. ഓവ്, യാത്ര പറയുന്നില്ല. മോളെ, തീവണ്ടിപ്പാളത്തിൽ കൂടെ നടക്കുമ്പോ സൂക്ഷിക്കണ്ടേ? നല്ലോണം സൂക്ഷിക്കണം. വേറെ വാഹനം പോലെയൊന്നുമല്ല,
തട്ടണ്ട, ഒരു കാറ്റടിച്ചാ മതി. ഇനിയിപ്പോ ചിലര് പറയണ പോലെ വേണമെന്ന് വെച്ചിട്ട് പോയി നിന്നാണെങ്കിലോ? അതെന്തിനാ ഭഗവാനെ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തേ? എന്നെ തോപ്പിക്കാനാണെങ്കില് ഞാൻ ജയിച്ചു നിൽക്കുവൊന്നുമല്ലല്ലോ. തോറ്റു തോറ്റു ജീവിക്കുന്നോളല്ലേ ഞാൻ. ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇഷ്ടമല്ലാന്ന് തോന്നണ മാതിരി മിണ്ടാണ്ട് നിന്നിട്ടുണ്ട്. അതൊരു തെറ്റായ കാര്യ? അല്ലെങ്കിൽ തന്നെ നിന്നെ കിട്ടിയില്ലാന്ന് വെച്ച് പ്രാണനൊടുക്കുക? അതിനു മാത്രം എന്തു മഹിമയാ ഈ ഗതിയില്ലാത്തവർക്കുള്ളത്. ആ വന്നോ? ഇങ്ങ് വരാ വരാ. ആശുപത്രി പോയിരുന്നോ? കണ്ടുവോ? മുഖമൊക്കെ മാറിയിരിക്കണോ? ഈ കണ്ണട മുഖത്തില്ല. ആ മാറ്റം ഉണ്ടാവും. എന്താണ് സത്യമെന്ന് മനസ്സിലായോ? അപകടം പറ്റിയതോ ജീവൻ ഒടുക്കിയതോ? ഭദ്രേ, ഈ വിളിയില്, ഈ നിറയണ കണ്ണില് എനിക്ക് കാണാ ഉത്തരം.